ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിവിഷൻ 2 അടിച്ചിട്ടുണ്ട്. ഈ ഡിവിഷൻ 2 നിന്ന് ഡിവിഷൻ 1ലേക്ക് പ്ലെയർ ഓഫ് ദ വീക്കിൻ്റെ കാർഡ് വെച്ചിട്ട് എത്താൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അതിൻ്റെ സ്കോഡ് ബിൽഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോണത്. ആ സ്കോഡ് വെച്ചിട്ടായിരിക്കും പിന്നെ നമ്മൾ ഡിവിഷൻ 2ലെ ഫുള്ള് കളിയും കളിക്കാൻ പോണത്, ഡിവിഷൻ 1 എത്തണ വരെ. ഗൈസ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. സ്കോഡ് ബിൽഡിങ്ങിലേക്ക് കിടക്കാം. ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടറിൽ കാർഡ് ടൈപ്പിൽ ട്രെൻഡിങ് എടുക്കാം, ഡൺ അടിക്കാം. ഒരു ഓർഡറിലുണ്ട് കിടക്കുന്നത്, പൊസിഷനിലേക്ക് ആക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ഗോളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോളി നമുക്ക് ഡൊണാറുമ്മ. ഇനി നമുക്ക് സൈഡ് ബെഞ്ചിലേക്ക് ഒരു ഗോളി വേണം. അത് നമുക്ക് റായ മതി. പുള്ളിക്കാരൻ തന്നെ ഉള്ളൂ നല്ല ഗോളി, പിന്നൊന്നും ഇല്ല. ഇനി നമ്മുടെ സെൻറ്റർ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് റൂഡിഗറും നിർത്താം. ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ സെൻറ്റർ ബാക്കായിട്ട് റൂഡിഗറും. പിന്നെ നമുക്ക് പവാഡിനെ നിർത്താം. ഒരു ബിൽഡപ്പ്, ഒരു ഡിസ്റ്റോർ മതി. പിന്നെ സൈഡ് ബെഞ്ചിലേക്ക് സെൻറ്റർ ബാക്കുകൾ വേണം. ഒരു 3 സെൻറ്റർ ബാക്ക് നിർത്തണം. ഒരാൾ ഇത്, രണ്ടാമത്തെ ആൾ നമുക്ക് ആരോഗ്യനെ നിർത്താം. മൂന്നാമത്തെ ആൾ നമുക്ക് ഡിജോഗിനെ നിർത്താം. ഡിജോഗാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്ത് തന്നോളും. ഇനി നമുക്ക് ലെഫ്റ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻസീവ് ലെഫ്റ്റ് ബാക്ക് ഉണ്ട്, പുള്ളിക്കാരനെ കൂടി ചേർത്താം. കോസ്റ്റക്കട്ട വന്ന വരെ പുള്ളിക്കാരനാണ് എൻ്റെ ടീമിൻ്റെ ലെഫ്റ്റ് ബാക്ക്. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഡാനിലുണ്ട്, ഡൊമിനിക്കും ഉണ്ട്. ഡൊമിനിക്ക നിർത്തുമായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇനി DMFലേക്ക് വരുമ്പോൾ ഒരു പക്ക ഹാങ്കർമാനൊന്നും ഇല്ല. നമുക്ക് റൈസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതപ്പം നടക്കുള്ളൂ. പിന്നെ ഒരു DMFനെ സൈഡ് ബെഞ്ചിലേക്ക് നിർത്താം. അടുത്തത് നമുക്ക് മോൺട്രിച്ചിനെ പിടിച്ച് CMF നിർത്താം. മോൺട്രിച്ച് ഓർക്കസ്ട്രേറ്ററാണ് നോക്കട്ടെ. ഓർക്കസ്ട്രേറ്ററും പോസ്റ്റ് ബോക്സ് ഉണ്ട്, ഇല്ല ഓർക്കസ്ട്രേറ്റർ മതി. ഇനി നമുക്ക് ഒരു CMF കൂടി സൈഡ് ബെഞ്ചിലേക്ക് വേണം. അതിപ്പോൾ ഫൊഫാന കിടക്കട്ടെ, പുള്ളിക്കാരൻ മതി. ഇനി നമുക്ക് മിഡിലേക്ക് ഉണ്ടർ അത്യാവശ്യം നല്ല ഷോട്ടിങ് ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറാണ് പുള്ളിക്കാരൻ. പിന്നെ നമ്മുടെ ഫോർഡനെ സൈഡ് ബെഞ്ചിലേക്ക് ഇടാം. ഫോമുക നോക്കി ഇറക്കാം. പിന്നെ നമുക്ക് ബെല്ലിങ്ങാമിനെ ഇറക്കാം MFലേക്ക്. പിന്നെ അപ്പുറത്തെ വലിയ ജാവോ ബട്രേനും കൂടി ഇറക്കാം. പിന്നെ ഒരു MFനെ സൈഡ് ബെഞ്ചിലേക്ക് ഇടണം. അതിനിപ്പോൾ ഡിയാബിനെ ഇറക്കാം. പിന്നെ ഒരു MF കൂടി നോക്കാം. അത് നമുക്ക് മെസ്സിനെ നിർത്താം. മെസ്സി കൈകാര്യം ചെയ്തോളും. പിന്നെ CFലേക്ക് വരുമ്പോൾ എംബാപ്പെ CF എന്നോളും. പിന്നെ നമ്മുടെ മാർട്ടിനസ് സെൻറ്റർ ഫോർവേഡ് വെക്കും. പിന്നെ നമ്മുടെ സൂപ്പർ സബായിട്ട് ഹാളനെ നിർത്താം. പിന്നെ ഒരാളും കൂടി വേണം, അത് അൽവാരസിനെ നിർത്താം. അപ്പോൾ സ്കോഡ് ബിൽഡിങ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്, ഉള്ള പ്ലേസിനെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിവിഷൻ പുഷ് ചെയ്യാൻ പോണത്. ഡിവിഷൻ 1 അടിക്കണം എങ്ങനെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. ബൈ.